കോടതിയല്ല, അതിനപ്പുറത്തൊരു കോടതി ഉണ്ടെങ്കിൽ അവിടെയും ഞാൻ പോകും. മിസ്റ്റർ പിള്ളേ, ലീഗലി നിങ്ങളുടെ വീട്ടിൽ കുട്ടി ഉണ്ടായിരിക്കേണ്ട സമയത്താണ് അവളെ കാണാതായത്. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. കുറെ കാലമായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആരാ? അറിയൂ. മൈൻഡ് യുവർ വേർഡ്സ്. പ്ലീസ്, ഇപ്പോഴെങ്കിലും രണ്ടുപേർക്കും വഴക്കിടാതിരുന്നൂടെ? മോളെ കാണാതായതല്ല നിങ്ങൾക്ക് ആർക്കും പ്രശ്നം. എല്ലാവർക്കും കണക്ക് പറഞ്ഞ് തീർക്കാനാ തിരക്ക്. വേണ്ട, ഈ കള്ളക്കരച്ചിലും നാട്യമൊന്നും എന്നോട് വേണ്ട. കുട്ടിയെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നെ അനിയനെയും വലിയച്ചയും കുരുക്കിലാക്കാനുള്ള അടവാണിതല്ലേ? കുട്ടി എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും, ഏത് വിധേനയും. താനെന്താ പേടിപ്പിക്കുകയാണോ? ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിയവാസത്തിന് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ബട്ട് ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ്. വൈ ആർ യു നോട്ട് ഡൂയിങ് ഇറ്റ്? പോലീസിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ വിളിക്കണം, ഡയൽ 100 വിളിക്കണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. യു മേ ഗോ നൗ. സത്യം പറയാമെന്ന് വിചാരിച്ചതാ. വേണ്ട, ആ കുട്ടിയെ ഈ നരകത്തിലിട്ട് ഞാനായിട്ട് അതിന് മനസമാധാനം എന്തിനാ കളയണേ? ഒരു ജസ്റ്റിസ് ആയിരുന്ന നിങ്ങൾ ഇൻജസ്റ്റിസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കോടതി വെച്ച് കാണാം. ഗോഡ് ഈസ് വിത്ത് മീ. എന്താ പാക്കരപ്പിള്ള, തലയ്ക്ക് സുഖം തന്നെയല്ലേ? ധർമ്മത്തിന് പൊക്കോട്ടു. പോടോ, നീ പോടാ. അത് തീർപ്പോടോ. പട്ടി കഴിച്ചു ഞാൻ പോയിട്ട് മതി. ഒന്ന് ബിരിയാണി. മോളുടെ ഒരു കാലിലെ കൊലുസന്തിയെ വൈകുന്നേരം അമ്പലത്തിൽ പോയപ്പോ ഉണ്ടായിരുന്നല്ലോ. നീ ഇതൊക്കെ നോക്കണ്ടേ നന്ദ? നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാണെന്ന് കരുതിയില്ലേ കുട്ടിയുടെ വീട്ടുകാര്? നന്ദ, ഇതിട്ട് കൊടുത്തോളൂ. അത് പിന്നെ കൊലുസ് വന്നിട്ട് ഗീതും കൂടെ താങ്ക്സ് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാ. മോളെന്താ വിളിച്ചേ? ഒന്നുകൂടി വിളിച്ചേ.
എല്ലാം ശരിയാവുന്നേ. താൻ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? കണ്ടോ, ദേ ഇപ്പൊ തന്നെ BP കൂടുതലാ. മനസ്സ് വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. ആലോചിക്കുമ്പോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ മോള് ഇന്ന് 5ാമത്തെ ദിവസം. എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഗീതമോക്ക് ആപത്തൊന്നും വരില്ല. ഞാൻ വൈകിട്ട് വരാം. ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങായിരുന്നില്ലേ തനിക്ക്? ഈ മൂഡില് എനിക്ക് വയ്യ ഡേസി. ശരി എന്നാ. കുഞ്ഞ് പൊതുവാളിനോട് ക്ഷമിക്കണം. ഇനിയും കുഞ്ഞിനെ കണ്ണീര് കുടിപ്പിച്ച ദൈവം പോലും എന്നോട് പൊറുക്കില്ല. ഗീതുമോൾ എവിടെയുണ്ടെന്ന് പൊതുവാളിനറിയാം. സ്കൂളിലെ ഡ്രൈവറുടെ വീട്ടിലുണ്ട്. എന്നോട് ചോദിച്ചിട്ടാ കൊണ്ടുപോയത്. പൊതുവാളെ അടിക്കാനുള്ള അധികാരം യശോധരമ്മയ്ക്കുണ്ട്. ഇവിടെ തുപ്പും ചോറുമാണല്ലോ ഈ തടി. പക്ഷെ അടിക്കുന്നതിന് മുമ്പ് പൊതുവാൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് യശോധരമ്മയ്ക്കൊന്ന് ആലോചിക്കായിരുന്നു. ഉഷക്കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടപ്പോ പറയാൻ പല പ്രാവശ്യവും നാവ് പൊങ്ങിയതാ. പിന്നെ തോന്നി വേണ്ടാന്ന്. ഇവിടെ കാണാത്ത ഗീതുമോളുടെ സന്തോഷവും കളിയും ചിരിയൊക്കെ ഞാൻ ആ ഡ്രൈവറുടെ വീട്ടിൽ വെച്ച് കണ്ടു. സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ നടുവിലായിപ്പോ ആ കുട്ടി. അതിനെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടെന്തിനാ? ആ കൊച്ചിന്റെ പേരും പറഞ്ഞ് കേസ് നടത്താനും വഴക്കടിക്കാനൊക്കെ അല്ലേ നിങ്ങൾക്ക് സമയമുള്ളൂ? ഇത്രയൊക്കെ പറയാനുള്ള അവകാശം ഈ വീട്ടിൽ എനിക്കുണ്ടോന്നറിയില്ല. അമ്മയ്ക്ക് ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയാണ് ഭൂതം കൊടുക്കില്ല എന്ന് പറഞ്ഞത്. എന്തൊക്കെ വിദ്യകൾ നോക്കിയിട്ടും അമ്മ പോണില്ല. അമ്മയ്ക്ക് ഉണ്ണിയില്ലാതെ പോകാൻ പറ്റുമോ? പൊന്നും പണവും കുന്നുപോലെ തരാമെന്ന് ഭൂതം പറഞ്ഞു നോക്കി. വേണ്ടെന്ന് അമ്മ. എന്നിട്ടൊടുവിൽ തന്റെ 2 കണ്ണും ചൂന്നെടുത്ത് അമ്മ ഭൂതത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയാ, ഭൂതമേ നോക്ക്, ഇതിലും വലുതാ എനിക്കെന്റെ ഉണ്ണി, അതിനെ നീ തരില്ലെന്നോ? അപ്പൊ ഭൂതം എന്ത് ചെയ്തു? മായ കൊണ്ടൊരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മയെ കളിപ്പിക്കാൻ നോക്കി. പെറ്റമ്മയെ ആർക്കെങ്കിലും വഞ്ചിക്കാൻ നോക്കുമോ? അമ്മയ്ക്ക് സത്യം മനസ്സിലായി. അമ്മ ഭൂതത്തിന് ശപിക്കാൻ പോയി. അപ്പൊ ഭൂതം അമ്മയുടെ കാലി വീണ് മാപ്പ് ചോദിച്ചിട്ട് ഉണ്ണിയെ വിട്ടുകൊടുത്തു. അമ്മ പറഞ്ഞു, മകരക്കൊയ്ത്ത് കഴിയുന്ന കാലം നീ വരൂ വീട്ടിലേക്ക്, ഉണ്ണിയെ കണ്ടു മടങ്ങാമല്ലോ. മോളല്ലേ ഇവിടത്തെ ഉണ്ണി, മോളെ കാണാൻ എന്റെ ഭൂതം വരുന്നത്. ഉണ്ണിയെ വേണു ആളുകളിങ്ങനെയെങ്ങും ചോദിച്ചാരിപ്പിപ്പൂപാവത്തെ പലപാടും അതിന്റെ മിടിക്കും കരളിൽ താലക്കുത്തിനു തുടി കൊട്ടുന്നു തേങ്ങലിയൊത്ത കുഴൽ വിളി കേൾക്കൂ. കെട്ടിത്തില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യ വരവം വെളിപ്പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂരം. ഒന്ന് അക്കരയ്ക്ക് പോകണല്ലോ. ഇത് കടത്തു തോണിയല്ല, എസ്റ്റേറ്റിലേക്ക് ചരക്ക് കൊണ്ടുപോകാനുള്ള. അപ്പൊ ഇതിൽ പോയാൽ ഒരിക്കലും അക്കരെ എത്താൻ പറ്റില്ലേ? ഇത് പോവില്ല സാറേ. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ അക്കരയ്ക്ക് തോണിയില്ല. ഇനി കാലത്ത് 6 മണിക്കേ ഉള്ളൂ. അപ്പൊ നേരം എടുക്കണവരെ ഞാൻ ഈ കടവിൽ കിടന്ന് ഉറങ്ങേ? എനിക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി അക്കരയ്ക്ക് തോണിയില്ല അത്രേ. ഇവിടെ അടുത്തൊരു TV ഉണ്ട്, സർക്കാരും ആകാം. ഇന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പോയി നോക്കാം. ഞാനാ ഡോക്ടറെ അറിയിച്ചത്.
അമ്മയ്ക്കുള്ള പോലെ ആദ്യം ഉൾക്കണ്ടയും ആ കുട്ടിയുടെ അച്ഛനുണ്ടാവില്ലേ? ഇത്രയിടം വരെ വരണമെന്നുണ്ടായിരുന്നില്ല. തിരിച്ചെത്തിയാ ഞാൻ നേരെ വീട്ടിൽ വന്ന് വിവരം പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. വിവരം അറിയിക്കാൻ താൻ വീട്ടിൽ വന്നിരുന്ന വിവരം അറിഞ്ഞാനേ. ഞാൻ പാക്കരപ്പള്ളിയോടല്ല സംസാരിക്കണേ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാ വീട്ടിലേക്ക്? പുഴ കടന്നാ പിന്നെ അധികം ഇല്ല. രാത്രി തന്നെ അവിടെ എത്താൻ മാർഗം കാണണമല്ലോ ജയരാജ. നീന്താ വശമുണ്ടെങ്കിൽ നീന്താം. എന്താ പോണെന്നുണ്ടാ? ഞാൻ പൊതുവാളിനോടല്ല സംസാരിച്ചേ. ചേട്ടനൊന്നും മിണ്ടായിരിക്കാം. മുറി എവിടെ? ആ, എങ്ങനെ കൊണ്ടെടുക്കും? അവരൊക്കെ എണീക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് വിവരം അറിയിക്കാലോ എന്ന് കരുതിയാണ് ഞാൻ പുലർച്ചയ്ക്കുള്ള തോണിക്ക് എന്നെ പുറപ്പെട്ടത്. എല്ലാവരും കൂടി ഇപ്പം ഇങ്ങോട്ട് എത്തും. ആ തള്ളയാണെങ്കിൽ ആകെ കലി തുള്ളി നിൽക്കുക. തന്നെ കൈ കിട്ടിയാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് ഗുരുവായൂരപ്പന് മാത്രമേ നിശ്ചയമുള്ളൂ. ആ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും തക്കിട തരിക പറഞ്ഞ് കൊച്ചിനെയും കൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ആ കാലില് വീണ് സാഷ്ടാംഗം പറ. മോളെ കൊണ്ടുവന്ന് തെറ്റിന് ആരോട് മാപ്പ് പറയാനും ഞാൻ ഒരുക്കുക. പക്ഷെ അതല്ല, അവള് ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ടെന്ന് കേൾക്കുമ്പോ കൊച്ചു തുള്ളിച്ചാടി പോരുന്നേ. ഇന്നലെ രാത്രി ഗസ്റ്റ് ഹൗസിൽ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടപ്പോ എല്ലാം കലങ്ങി തെളിയുന്ന എന്റെ മനസ്സിലൊരു തോന്നല്. അങ്ങനെയാവുമ്പോ കുട്ടിയുടെ ഇങ്ങോട്ടുള്ള വരവ് വലിയൊരു സന്തോഷത്തിന് ഇടയാക്കുമെന്ന് ഓർക്കുമ്പോ താനെന്തോട് ചിന്തിച്ചുകൊണ്ട് നിൽക്കണേ? കുട്ടിയും കൂട്ടി ഉടനേട് വന്നേക്ക്. ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല. ഇതിനിടയിൽ ഞാനൊരു കള്ളക്കളി നടത്തുന്ന ആ തള്ളയെങ്ങാനും അറിഞ്ഞ കോടതി കൊണ്ട് എന്നെ തൂക്കിക്കൊല്ലും. ആ മോളുടെ നക്ഷത്രം എന്താണെന്ന് അറിയോ നന്ദ? എന്തിനാ ചേച്ചി? ഞങ്ങൾ അമ്പലത്തിൽ പോവാ. ഗീതുമോളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. നക്ഷത്രം അറിയാമോ നിനക്ക്? ഇല്ല. എങ്കിൽ അശ്വതി നക്ഷത്രത്തെ കഴിപ്പിക്കട്ടെ. മോള് വന്നേ, അങ്ങളൊരു കാര്യം പറയട്ടെ. എന്താ നന്ദ? നമുക്ക് പോണ്ടേ മോളെ? ഇത് മോളുടെ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട്. ഡ്രൈവർ അങ്കിൾ പറഞ്ഞു മോള് വരുന്നില്ലെന്ന്. അപ്പൊ മോളുടെ ഡാഡി പറയാ ഇപ്പൊ അവരുടെ കൂടെ ചെന്നിട്ട് വലിയ വെക്കേഷൻ 2 മാസം ഇവിടെ നിന്നോളാൻ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അറിയാം മോക്ക് ഇവിടെ കാണാൻ? കാവില് പൂരം, കാവടിയാട്ടം, വെടിക്കെട്ട് എല്ലാം. ദേ മോളെ കാണാതെ മോളുടെ മമ്മി കിടന്ന് കരയ്യ. മമ്മിക്ക് വിഷമമല്ലേ മോള് ചെന്നില്ലെങ്കിൽ? ഞാൻ പോയാ മണിക്കുട്ടിയുടെ അമ്മ കാര്യമല്ലോ, എന്നോട് പറഞ്ഞല്ലോ. എന്നാലും ഇത് മോളുടെ വീടല്ലോ, മോക്ക് മോളുടെ വീട്ടിൽ പോണ്ടേ? വേണ്ട, ഇത് എന്റെ വീടാ, ഞാൻ പോവില്ല. വാശി പിടിക്കല്ലേ ഗീത മോളെ? ഞാൻ പോവില്ല. പറയുന്നനുസരിക്കാൻ. അമ്മേ ഇവിടെ ഉടുപ്പെടുത്തേ. ഞാൻ പോവില്ല. ഞാൻ പോവില്ല.